ലേസർ എന്ന് പറയുന്ന ഒരു സർജറി തന്നെ എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്ത ആളുകളായിരിക്കാം നിങ്ങൾ. നമ്പർ വൈസ് ഞങ്ങളാണ് സിംഗിൾ സെന്ററിൽ അത്രയും കൂടുതലായിട്ട് ചെയ്തത്. അപ്പം സർ എനിക്കിപ്പോൾ അറിയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ പ്രോസ്റ്റേറ്റിന് ഏതൊക്കെ തരം ട്രീറ്റ്മെന്റുകളാണ് ഉള്ളത്? സർ അതിന്റെ ബ്രീഫിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് അതിന്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ, അതായത് ഇപ്പം ലേസറിൽ എന്ത് സംഭവിക്കുന്നു, അതേപോലെ സർ നേരത്തെ പറഞ്ഞു എനിക്ക് തോന്നുന്നു റിസം വാട്ടർ വേപ്പർ തെറാപ്പി എന്ന് പറഞ്ഞു, അതിൽ എന്ത് സംഭവിക്കും, അങ്ങനെ ആ ഒരു കാര്യം ഒന്ന് സാർ ഒന്ന് പറയാമോ? ഞാൻ അതിനെ ഒരു ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു തരാം, കാരണം ആൾക്കാർക്ക് മനസ്സിലാവാനും അത് തന്നെ ഒരു നമ്മുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം എല്ലാവർക്കും ഒരു പബ്ലിക് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ വലിയ ആൾക്കാരാണെന്ന് പറയുന്നതല്ല നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ പറയാന്ന് വെച്ചാൽ മരുന്ന് ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ്. അതിന് ഒരു സംശയമില്ല. പല മരുന്നുകളുണ്ട്, പല കാറ്റഗറീസ് ഓഫ് മരുന്നുണ്ട്. എന്താണ് ഈ മരുന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒന്ന്, ടെമ്പററി ആയിട്ട് ബ്ലോക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ആ പ്രശ്നം അതോടുകൂടി തീർന്നു. പെർമനൻ്റ് ആയിട്ടൊരു പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഒരിക്കലും റിവേഴ്സിബിൾ അല്ലാത്ത ഒരാൾക്ക് മരുന്ന് പ്രമേഹത്തിന് കഴിക്കുന്ന മാതിരി തന്നെയാണ്. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഒരിക്കലും നിർത്താൻ പറ്റില്ല. എന്നാൽ എന്താ ഒരു പ്രമേഹത്തിൻ്റെ മരുന്ന് മാതിരി കഴിച്ചു കഴിഞ്ഞാൽ എന്താ എത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നം? ഏറ്റവും വലിയ പ്രശ്നം 50-ൻ്റെയും 60-ൻ്റെയും ഇടയ്ക്കുള്ള ആൾക്കാർക്കാണ്. 50 to 60 വയസ്സ് ആൾക്കാരെല്ലാം സെക്ഷലി ആക്റ്റീവാണ്. ഈ ആക്ടിവിറ്റി കുറഞ്ഞു വരും ലോങ് ടേം പ്രോസ്റ്റേറ്റിൻ്റെ മെഡിക്കേഷൻ കഴിച്ചു കഴിഞ്ഞാൽ. 2, പ്ലഷർ കുറയുക. എന്തുകൊണ്ടാണ് പ്ലഷർ കുറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സിമൻ പുറത്തേക്ക് വരില്ല. റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ബ്ലാഡറിൻ്റെ ഉള്ളിലേക്ക്. അതുകൊണ്ട് ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചിലവർക്ക് ചില കാര്യങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ ചില അതിൻ്റെ ഒരു പെർഫെക്ഷൻ, അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടിഷ്യൂ വെച്ച് മുഖം തുടക്കണം എന്നുള്ള ആൾക്കാരുണ്ടാവും ഇല്ലേ? എന്ന മാതിരി ഓരോ ആക്റ്റിലും ഓരോരോ പ്രത്യേകത വേണ്ട ആൾക്കാരുണ്ട്. ചിലവരത് മൈൻഡ് ചെയ്യില്ല, ചിലവരത് മൈൻഡ് ചെയ്യും. ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നവർക്ക് അതൊരു പ്രശ്നമാണ്. രണ്ടും പ്രശ്നമാണ്. കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് സെക്ഷൽ ഫങ്ഷൻ പോകുന്നതിൽ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാറ്റഗറി ഓഫ് പേഷ്യൻ്റ് അവിടെ അൺസാറ്റിസ്ഫൈഡായി മരുന്നുകൊണ്ട്. അപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഉത്തരവാദിത്തം വൈദ്യശാസ്ത്രത്തിനുണ്ടോ? ഉണ്ട്. അപ്പോൾ അടുത്തത് ആലോചന തുടങ്ങി. എന്താലോചന തുടങ്ങി? പണ്ടൊക്കെ മെഡിസിൻ കഴിഞ്ഞാൽ നേരെ സർജറി. ഇതിനിടയ്ക്കൊന്നുമില്ല. ഈ സർജറിയും മെഡിസിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ സർജറികളിലെല്ലാം അനസ്തീഷ്യ വേണം, ബ്ലഡ് ലോസ് വരും. ബ്ലഡ് ലോസ് വരുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിക്കും, ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ സർജിക്കൽ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് അവിടെ ഇരിക്കുന്നു. അതിനകത്ത് റോബോട്ടിക് സർജറി ഉണ്ട്, പഴയ TURP എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രോസ്റ്റേറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ബുക്കുകളിലൊക്കെ എഴുതുന്ന TURP എന്നാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് എഴുതുന്നത്. ആ ഗോൾഡ് സ്റ്റാൻഡേർഡ് അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഇതൊന്നും പലർക്കും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആഫ്റ്റർ ഈ പ്രൊസീജിയർ കാരണം കുറയുന്നു എന്നുള്ളൊരു ധാരണ വന്ന സമയത്ത് അവിടെ പോയാൽ ആ കൗണ്ടറിൽ ഇപ്പോൾ 3 കൗണ്ടർ നിരത്തി വെച്ചിരിക്കുന്നു വിചാരിക്കുക. ഇവിടുന്ന് ചായ കുടിച്ചു, അപ്പുറത്ത് പോയ സമയത്ത് വേറൊരു സാധനം കുടിച്ചു, രണ്ടും തൃപ്തിയല്ല. എനിക്കിത് പറ്റില്ല, മരുന്ന് പറ്റില്ല, ഇത് തന്നെ ഇങ്ങനെ ഇതായിട്ട് ബാധിക്കുന്നു. സർജറി ചെയ്താലും സെക്ഷൽ ഇത് കുറഞ്ഞു, ഓക്കെ, ഇജാക്കുലേഷൻ ഒരിക്കലും നടക്കില്ല. അപ്പോഴാണ് മിനിമലി ഇൻവേസീവ് സർജിക്കൽ ടെക്നിക് എന്ന് പറഞ്ഞൊരു സംഭവം ഉടലെടുക്കുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോം മിസ്റ്റ് എന്നാണ്, MIST. ഈ മിസ്റ്റിൽ എന്തൊക്കെ ഉള്ളതെന്നാണ് അടുത്ത ചോദ്യം അല്ലേ? അത് നാച്ചുറലി ഞാൻ പറയുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ റിസം, ഇത് സ്റ്റീം ട്രീറ്റ്മെൻറ്റ്. 2 യൂറോലിഫ്റ്റ്. 3 ഈ ഐറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ അതും വളരെ ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. ലേസറിനെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം. അവിടെയല്ല ഇവിടെയല്ലാത്തൊരു ടെക്നോളജിയാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്. അത് സർജറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർജറി അല്ല, സർജറി അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് ലേസർ. സാർ അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, അതായത് ബേസിക്കലി ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്കും അങ്ങനത്തെ ആളുകളൊക്കെ ലേസർ. എന്താണ് അഡ്വാൻറ്റേജ്? കൺവെൻഷണൽ ആയിട്ടുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡിനെ കവച്ചു വയ്ക്കുന്ന, ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം വെച്ച ഒരു പുതിയ വാക്കുണ്ടാക്കുകയാണ്, പ്ലാറ്റിനം സ്റ്റാൻഡേർഡ്. ലേസർ
ഓക്കെ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വെച്ചാൽ എനിക്ക് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഗോൾഡിനെക്കാട്ടിലും പ്ലാറ്റിനത്തിന് വില ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ അല്ലേ? അതിന് വില കുറവല്ലല്ലോ അല്ലേ? എനിക്ക് ഇപ്പോഴും വൈഫിന് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു സങ്കടം ഈ ഡിസ്കഷനിലൂടെ ഒന്ന് മാറിക്കോട്ടെ. ഈ പ്ലാറ്റിനം സ്റ്റാൻഡേർഡിന് ഞാൻ പറയാനൊരു കാര്യമുണ്ട്. ഇതിന് കൊടുക്കുന്ന ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നോർമൽ സലൈൻ, അതായത് നമ്മൾ ക്ഷീണം വരുമ്പോൾ രോഗിയെ കാഷ്വാലിറ്റി കിടത്തി കൊടുക്കുന്ന ഫ്ലൂയിഡിലൂടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫ്ലൂയിഡ് വെച്ച് എന്ത് ചെയ്താലും ശരീരത്തിലേക്ക് ഒരു എമൗണ്ട് ഓഫ് ഇത് കയറും, സലൈൻ കയറും. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരാൾ ഒരു 150-180 സലൈൻ ഇതിലൂടെ തന്നു എന്ന് വിചാരിക്കുക, ഞാൻ നിങ്ങളോട് ഒന്നും കൂടി ഒരു എനർജറ്റിക് ആയിട്ട് സംസാരിക്കും. കാരണം സലൈനീസ് അങ്ങനെ ഒരു ക്ഷീണം കുറയ്ക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് തന്നെ ഒരു പേഷ്യൻ്റ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ. 2, ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞ TUR സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ ആ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് ഇത് 1 മണിക്കൂറാണ് TURP എന്ന് പറഞ്ഞ ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1 മണിക്കൂർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ TUR സിൻഡ്രോം ഡെവലപ്പ് ചെയ്യും. ഈ TUR സിൻഡ്രോം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ TURP ലോകത്തെ എല്ലായിടത്തും, ഇവിടെ മാത്രമല്ല റീജിയണൽ അനസ്തീഷ്യയിലേ ചെയ്യാൻ പറ്റുള്ളൂ. പേഷ്യൻ്റ് ഇങ്ങനെ കണ്ണ് തുറന്ന് സംസാരിക്കുന്ന രീതിയിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് TURP. പക്ഷെ ലേസറിന് അങ്ങനെയില്ല. TUR സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻറ്റിറ്റി ഇല്ലാത്തത് കൊണ്ട് GL ചെയ്യാം. അപ്പോൾ പേഷ്യൻ്റ് അറിയുന്നില്ല ഒന്നും, വളരെ റിലാക്സ്ഡ് ആയിട്ട്. ഇപ്പോഴത്തെ TUR സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഓഫ് കോംപ്ലിക്കേഷൻസ് ആണ്. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഇമ്മീഡിയറ്റ് ഡെത്ത്. ഈ ഫ്ലൂയിഡ് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നെർവ്സിനെ ബാധിച്ചിട്ട് പോൺസ് എന്ന് പറഞ്ഞ ബ്രെയിനകത്തുള്ള ഒരു പോണ്ടൈൻ ഇതായിട്ട് വരാം, കൺവൽഷൻസ് അതായത് അപസ്മാരമായിട്ട് വരാം, പെട്ടെന്ന് ഫ്ലൂയിഡ് ഓവർലോഡ് കൂടി കാർഡിയാക് ഫെയിലറായിട്ട് വരാം, പെട്ടെന്ന് പേഷ്യൻ്റ് ഡിസോറിയൻറ്റഡ് ആവുകയും വരാം, ബ്ലഡിലെ സോഡിയം വല്ലാതെ കുറഞ്ഞ് ഹൈപ്പോനാട്രീമിയായിട്ട് വരാം. അതിനൊരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ TUR സിൻഡ്രോം വരുന്നു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കുമൊന്നുമില്ല, പക്ഷേ ആര് മരിക്കും 5 മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ TUR സിൻഡ്രോം വരാം. ഇതിന് ഉപയോഗിക്കുന്ന ഈ കൺവെൻഷണൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താണ് ഈ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ, എന്താണ് ഈ ഫ്ലൂയിഡിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻഡോസ്കോപ്പ് വെച്ച് ഈ ഫ്ലൂയിഡിൻ്റെ വിഷനിലാണ് ക്യാമറയിൽ ഇത് നമ്മൾ കാണുന്നത്, പ്രോസ്റ്റേറ്റ് കാണുന്നത്. അപ്പോൾ അതിങ്ങനെ ചെറിയ പീസായിട്ടാണ് ഈ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇതിങ്ങനെ മാങ്ങ ഒക്കെ ഇങ്ങനെ ചെത്തി ഇടുന്നില്ലേ. എന്നാൽ ലേസറിൽ അതല്ല ചെയ്യുന്നത്. ഈ സലൈൻ ഉപയോഗിച്ച് ഇത് ഒന്നിച്ച് ഓറഞ്ചിൻ്റെ തൊലി മാത്രം നിർത്തി അല്ലി ഒന്നിച്ച് ഒരു ഉണ്ടയാക്കിയിട്ട് ബ്ലാഡറിലേക്ക് തള്ളുകയാണ്, എന്നിട്ട് അത് സക്ക് ചെയ്തെടുക്കുകയാണ്, എന്നിട്ട് ബയോപ്സിക്ക് അയക്കുകയാണ്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഉണ്ടയായിട്ട് എടുക്കുന്ന സമയത്ത് ചെത്തി എടുക്കുന്ന സമയത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ, ചെത്തി പോകുമ്പോൾ ഒരേ രക്തക്കുഴൽ തന്നെ പല പ്രാവശ്യം കട്ട് ചെയ്യുന്നതുകൊണ്ട് ബ്ലഡ് ലോസ് കൂടുതലാണ്. ഇതിൽ ബ്ലഡ് ലോസ് വളരെ കുറവാണ്. ബ്ലഡ് ലോസ് കൂടുതലായ പ്രൊസീജിയറിന് കാർഡിയാക് പേഷ്യൻസിന് ആസ്പിരിൻ 5 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ നിർത്തി വെക്കേണ്ടി വരും. ഇതിൽ അങ്ങനെ ആവശ്യമില്ല. ആസ്പിരിൻ എന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറയുന്നത്, പഴയ കുറേ ആൻറ്റിബയോട്ടിക്സ് ഈ തലച്ചോറിൻ്റെ ഇതിനു വേണ്ടി കഴിക്കുന്ന ആൾക്കാരുടെ ഹാർട്ടിന് അവർക്കൊക്കെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണത് ലേസർ. അപ്പോൾ അത് ഒന്നിച്ച് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലേസറിൽ തന്നെ പല ടെക്നോളജി ഉണ്ട്. അതിൽ ഏറ്റവും സ്റ്റാൻഡേർഡായിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹോളപ്പ് എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ്. ഹോളപ്പ് വെച്ചാൽ ഹോൾമിയം ലേസർ എന്യൂക്ലിയേഷൻ പ്രോസ്റ്റേറ്റ്. ഹോൾമിയം വെച്ചിട്ടുള്ളത് തന്നെ വേറെ കുറേ ലേസേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ എല്ലാറ്റിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാവരും ഓൾ ഓവർ ദ വേൾഡ് അംഗീകരിച്ച ഒരു കാര്യമാണ് ഹോൾമിയം ലേസറാണ് നല്ലതെന്നുള്ളത്. ഈ ലേസറിനെ കുറിച്ച് പണ്ടൊരു വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പണ്ട് ലേസർ ആദ്യം ഇറങ്ങുന്ന സമയത്ത് ND ആകുന്ന പറഞ്ഞിട്ടുള്ള ലേസറായിരുന്നു. അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ പുതിയ ലേസർ വന്നത്. ഇലക്ട്രിക് ട്രെയിൻ വരുന്നതിന് മുമ്പ് നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കൽക്കരി ട്രെയിൻ ആകുമ്പോൾ ഡ്രസ്സിൽ മുഴുവൻ കരിയുടെ പുകയുണ്ടായിരുന്നു. അപ്പോൾ കാലം മാറി, ലേസർ മാറി, നമ്മൾ മാറി, എല്ലാവരും മാറി, എല്ലാം അസുഖവും മാറി. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാർഡിയാക് ആയിട്ടുള്ള ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ സേഫ് ആണെന്നുള്ളത് ഞാൻ പറയാൻ കാര്യം. അപ്പം സർ നേരത്തെ പറഞ്ഞ പോലെ TURPയിൽ ഓക്കെ ചെറിയൊരു ബ്ലഡ് ലോസ് ഇൻവോൾവ് ആണ്. ലേസറിൽ അത് വളരെ മിനിമലായിട്ട് മാറുന്നു. ഇനി അടുത്ത അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാറ് പറഞ്ഞു ഈ സർജറി ഇല്ലാതെ തന്നെ നമ്മൾ ഈ സ്റ്റെൻഡിങ് പോലെയും അല്ലെങ്കിൽ പിന്നെ ഈ റിസം വാട്ടർ വേപ്പർ വെച്ചിട്ടുള്ള ആ പ്രൊസീജിയർ
അതൊന്ന് ഒന്ന് അത് ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ചതെല്ലാം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ റിസത്തിൻ്റെ ഈ യൂറോ ലിഫ്റ്റിൻ്റെയും ഒരു കമ്പാരിസണായിട്ട് ഞാൻ ആദ്യം പറയുന്നതായിരിക്കും നല്ലത്. രണ്ടും കൂടി ഒരുമിച്ച് പറയുന്നതായിരിക്കും നല്ലത്. റിസം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒരു നീഡിൽ പാസ് ചെയ്യാണ് എൻഡോസ്കോപ്പ് വഴി. എന്നിട്ട് 140 ഡിഗ്രിയുള്ള സ്റ്റീം അതിലേക്ക് ഒരു മെഷീൻ ഇഞ്ചെക്ട് ചെയ്യാണ്. ഈ സ്റ്റീം ഇത് തട്ടുമ്പോൾ സമയത്ത് നമുക്കറിയാം, ഒരു ചൂട് തട്ടുമ്പോൾ ആ ശരീരഭാഗം ഒന്ന് ഒന്ന് വികസിക്കും. അപ്പോൾ അധിക ദിവസം ട്യൂബ് ഇടേണ്ടി വരും. മൂത്രനാളത്തിലൂടെ ട്യൂബ് ഇട്ടിട്ട് നിൽക്കേണ്ടി വരും, ഈ നീരൊന്ന് കുറയുന്നവരെ. ഈ വികസിച്ച് കഴിഞ്ഞിട്ട് അവിടെ എന്താ സാർ അത് പിന്നെ ഈ ഹീറ്റ് കെട്ടിക്കഴിഞ്ഞാൽ ഒരു സാധനം എന്താ ചെയ്യുക, അത് കരിഞ്ഞു പോകും. പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നെക്രോസിസ് ഉണ്ടാവും. ആ നെക്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ടിഷ്യൂ കരിഞ്ഞ് അഴുകുക എന്നൊക്കെ പറയില്ലേ, ആ അഴുകുന്നത് ഈ പ്രോസ്റ്റേറ്റിൻ്റെ മെംബ്രെയിനകത്ത് ഇങ്ങനെ നിൽക്കും. അത് ബോഡിയുടെ ചില സ്കാവെഞ്ചേഴ്സ് ഉണ്ട്, നമ്മുടെ വേസ്റ്റൊക്കെ എടുക്കുന്ന സിസ്റ്റം മാതിരി, അവർ ക്ലീൻ ചെയ്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഈ വഴി വലുതായിട്ട് ഇങ്ങനെ കിട്ടും. ഇതാണ് അതിൻ്റെ തിയറി. ആ വഴി വലുതായി കിട്ടാൻ 3 മാസം എടുക്കും. 3 മാസം എടുക്കും. പക്ഷേ ഇതിലും സെക്ഷൽ ഫങ്ഷൻ പ്രിസർവ്ഡ് ആണ്. അതായത് ഇജാക്കുലേഷനും ഇതെല്ലാം പ്രിസർവ്ഡ് ആണ്. ഇതൊക്കെ ഇജാക്കുലേഷൻ. യൂറോ ലിഫ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റിനെ 2 സൈഡിലേക്ക് അങ്ങ് മാറ്റിയിട്ട് അവിടെ സ്റ്റിച്ചിട്ട് വയ്ക്കുകയാണ്. അത് നമ്മൾ കൈകൊണ്ട് സ്റ്റിച്ചിടുന്നതല്ല, ഒരു ഗണ്ണുണ്ട്, ആ ഗണ്ണ് വെച്ച് എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുകയാണ്. ഏത് ഭാഗമാണോ തള്ളി നിൽക്കുന്നത് അവിടേക്ക് ഒരു സ്റ്റിച്ച് ഇടുകയാണ്. അതിനും ഈ സെക്ഷൽ ഫങ്ഷൻ പ്രിസർവ്ഡ് ആണ്. പക്ഷേ ഇതിൻ്റെ 2 ഇങ്ങനെ വെച്ചു, 2 ഇങ്ങനെ വെച്ചു, 2 ഇങ്ങനെ വെച്ചു, 2 സൈഡിലായിട്ട് ഇത് വെച്ചു. ഇത് ഇംപ്ലാന്റ് ആണ്, അത് ബോഡി കോമ്പാറ്റബിൾ ആണ്. നമ്മൾ കാലെല്ല് പൊട്ടുമ്പോൾ വയ്ക്കുന്നു, ഹാർട്ടിൻ്റെ വാൾവ് മാറ്റി വയ്ക്കുന്നു എന്ന പോലെ തന്നെയുള്ള മെറ്റീരിയലാണ് മൂത്രമൊഴി നാളത്തിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ ബോഡി കോമ്പാറ്റബിൾ അല്ലാത്തൊരു സാധനമല്ല. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്, അതിന് ട്യൂബിൻ്റെ ആവശ്യമില്ല. ട്യൂബിൻ്റെ ആവശ്യമില്ല. ട്യൂബ് ഇട്ട് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ വിദേശത്തേക്ക് പോകേണ്ടവർക്ക് വിദേശത്തേക്ക് പോകാം. അവർക്ക് ട്യൂബില്ലാതെ തന്നെ അവനവൻ്റെ ജീവിതമായിട്ട് ജോലിയായിട്ട് മുന്നോട്ട് പോകാം. റിസൾട്ടിന് കുറച്ചൊരു ഡിലേ ഉണ്ടാവും. പക്ഷേ രണ്ടും ലോങ് ടേം റിസൾട്ടിൽ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുറച്ചുകൂടി ബെറ്റർ റിസമായിരിക്കും. പക്ഷേ 10 വർഷത്തേക്കൊക്കെ ഏറ്റവും നല്ലത് ആളെ സംബന്ധിച്ചിടത്തോളം യൂറോ ലിഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ എടുക്കുകയാണെങ്കിൽ മാത്രം പറയുന്ന ഒരു പോയിൻ്റാണ്. രണ്ടിലും സെക്ഷൽ ഫങ്ഷൻ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇജാക്കുലേഷന് പ്രോബ്ലം ഉണ്ടാവില്ല, സീമൻ പുറത്തേക്ക് വരും, സീമൻ കുറയുന്നില്ല, അങ്ങനെയുള്ള സുഖമായിട്ട് മൂത്രമൊഴിക്കാം. അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ്. ഇതിലൊക്കെ കാർഡിയാക് ഡ്രഗ്സ് നിർത്തണമെന്നില്ല കേട്ടോ. ഒരു 1-2 ദിവസത്തെ ചെറിയ ഊസിങ് പേഷ്യൻറ്റിന് ഞാൻ നിർത്താതെ ചെയ്തിട്ടുണ്ട്, നിർത്താൻ പറ്റാത്ത പേഷ്യൻറ്റിന്. ഞാൻ ചെയ്ത യൂറോ ലിഫ്റ്റാണ്, റിസമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹയസ്റ്റ് സീരീസിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ നിൽക്കുന്നത് ടോട്ടൽ ചെയ്ത കേസസ് ഇൻ ഇന്ത്യ. ഇത് ലോഞ്ച് ചെയ്തതിന് ശേഷം വലിയ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല, എല്ലാവരും ഹാപ്പിയാണ്.